ഗായത്രി റെഡി ആയടാ? ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഓക്കേ. എന്നാ നമുക്കിന്ന് എന്തൊക്കെയാ പരിപാടിയുള്ളേ? നമുക്ക് ഓണം പർച്ചേസിന് പോയാലോ? ഓണം പർച്ചേസ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷനാ. അപ്പൊ ഞങ്ങൾക്ക് അതിന് കുറച്ച് പർച്ചേസ് ഉണ്ട്. ഓണം കോസ്റ്റ്യൂമിന് പറ്റിയ വള, കമ്മൽ, മാല, അത്തപ്പൂക്കൾ ഇടാനുള്ള പൂവ്, ഇതെല്ലാം വാങ്ങാൻ പോണം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പോവുകയാണല്ലോ. അപ്പൊ എന്തായാലും ഇവരും നമ്മുടെ കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചാലോ? ഓക്കെ. പോലെ യെസ് പോവാം. പോരെ. ഏറ്റവും ഫാനൊക്കെ ഓഫാക്കാം. നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തായിരുന്നോ? ഇല്ല താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഓണത്തിന് നീ നാട്ടിൽ പോകുന്നില്ലേ? ഉണ്ട്. എന്നാ പോകുന്നേ? പോകുന്നുണ്ട്. രണ്ട് വീട്ടിൽ പോണല്ലോ. നീ എന്നാ പോകുന്നേ? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട്. 4 ദിവസം അവധിയില്ലേ? 4 ദിവസം കഴിഞ്ഞിട്ട്. സിദ്ധു എന്നാ പോകുന്നേ? 4 ദിവസം അവധി ഉണ്ടോ? ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരാ കേട്ടോ. സിദ്ധു തിരുവല്ല സൈഡ്, ഞാൻ പത്തനംതിട്ട സൈഡ്. ഞാനും എൻ്റെ അടുത്താ. എങ്ങനെ നീ പോകുന്നത്? നാട് ട്രെയിനിനാണോ നാളെ പോകുന്നത്? നല്ല തിരക്കായിരിക്കും. ബുക്ക് ചെയ്തായിരുന്നോ? നേരത്തെ ബുക്ക് ചെയ്തു. നേരത്തെ ലീവ് പറഞ്ഞായിരുന്നു. നമുക്ക് ആദ്യം ഇവിടെ പോകും. നമുക്ക് ആദ്യം പോയി ഭക്ഷണം കഴിച്ചു. എനിക്ക് നല്ല വിശപ്പ്. വയറ് കത്തുന്നു. എവിടെ പോവാ ഫുഡ് കഴിക്കാനായിട്ട്? എന്തോ കഴിക്കാൻ മൂട്? ഇതൊരു ചായ. ചായ. സെയിം. നിനക്കെന്ത് വേണ്ടേ? മസാല ദോശ. നമുക്ക് നോക്കാം. നല്ല മസാല ദോശ കിട്ടുന്ന എവിടെയെല്ലാം ഉണ്ടോ? അതാ ലിഫ്റ്റ് വന്നു. ഫുഡ് കടലപ്പയറ്. കടലപ്പയറോ? കടലപ്പയറൊന്നും. ഓക്കെ. എന്തെങ്കിലും നോക്കാം. പൊടിദോശ ഇഷ്ടമാണോ? പൊടിദോശ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പൊടിദോശ. ഒരു മസാല ദോശ. അവിടെ സ്ഥലമുണ്ടോ? സീറ്റ് ഉണ്ടോ? ഇവിടെ ഉള്ളൂ. 2 രണ്ടല്ലേ? 2 ഊട്ടുപുര സ്പെഷ്യൽ മസാല ദോശ, 2 പൊടി മസാല ദോശ. നിനക്കെന്താ വേണ്ട സാധനം? ഒരു നെയ് റോസ്. വട വേണ്ട. പിന്നെ വട. ഒരു വട, 2 വട, 3 വട. പറയും സ്പെഷ്യൽ മസാല ദോശ 3 വട. പിന്നെ കോഫി ആർക്കൊക്കെയാ? ഇപ്പൊ നമ്മള് നാട്ടിലായതോട്ട് എറണാകുളത്തായതുകൊണ്ട് മലയാളത്തിൽ ഓർഡർ ചെയ്താൽ മതി. ഇപ്പൊ ചില നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, ദുബായ്, ബാംഗ്ലൂർ, പിന്നെ അതുപോലെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഫുഡ് എവിടെയെങ്കിലും കടയിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ കുറേ മലയാളമില്ലേ, അവരൊക്കെ എവിടെയെങ്കിലും പോയി ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ ഫുഡ് ഇംഗ്ലീഷിൽ ഓർഡർ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുത്താലോ? പറയാനിട്ടെ. സോ ഇത് ബേസിക് സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത 2 സ്പെഷ്യൽ ഊട്ടുപുര മസാല ദോശ. അപ്പൊ 2 സ്പെഷ്യൽ ഊട്ടുപുര മസാല ദോശ വേണം. എന്തെങ്കിലും ആയിക്കോട്ടെ, ചിക്കൻ ബിരിയാണി വേണം, എന്തായിക്കോട്ടെ. അപ്പൊ നമുക്ക് പറയാം, can I have 2 ഊട്ടുപുര സ്പെഷ്യൽ മസാല ദോശ? ചോദിക്കാം. പിന്നെ ചായ വേണം എന്ന് പറയാൻ അതും can I have 2 teas. അല്ലെങ്കിൽ പിന്നെ can I have എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പൊളൈറ്റാ. ഇനി അതേ കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ I'll have 2 ഊട്ടുപുര മസാല ദോശ. അപ്പൊ അങ്ങനെ പറയാം. പിന്നെ എങ്ങനെ ഓർഡർ ചെയ്യാം? കുറച്ചും കൂടെ ഫോർമൽ ആയിട്ട് വല്ല ഒക്കേഷൻ ആണെങ്കിൽ I would like to order. I would like to order 2 tea. അതെ, അത് പറയാം. അത് കറക്റ്റാ. പ്രത്യേകിച്ച് കുറച്ചുകൂടി പോഷ് ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ I would like to have. നിങ്ങൾ ഒരു മീറ്റിംഗ്, കമ്പനി, ടീം ലഞ്ച് അത് യൂസ് ചെയ്യാം. പിന്നെ ബാംഗ്ലൂർ ആകുമ്പോഴത്തേക്ക് എല്ലാം കുറച്ച് പോസിറ്റീവ്. ബാംഗ്ലൂർ, ദുബായ്, അങ്ങനെ പുറത്തോട്ടുള്ളത് കേട്ടോ. നിങ്ങളിപ്പം ഇത് പറയരുത്, നാട്ടിൽ പോയിട്ട് ചായക്കടയിൽ I'd like to have 2 cups of tea with 1 sugar free and one with sugar എന്നൊന്നും പറയരുത്. അതൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞ പുറത്തൊക്കെ പോവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എറണാകുളത്ത് തന്നെ we have different types of restaurants. ഭയങ്കര പോഷ് ആയിട്ടുള്ളതുണ്ട്, ഇതുപോലത്തെ നോർമൽ ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്. അതുപോലെ നിങ്ങൾക്ക് പറയാം. അത് പറഞ്ഞില്ല, ഹോട്ടലും റെസ്റ്റോറൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? എവ്രിബഡി ഈസ് കൺഫ്യൂസ്. കാരണം നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലായിടത്തും ഹോട്ടലാണ്. ഇത് റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിരിക്കണെന്ന് തോന്നുന്നു. നാട്ടിലൊക്കെ കൂടുതലും ഹോട്ടലും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. എന്ത് വ്യത്യാസം? ഹോട്ടൽ എന്താ? ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമായിരിക്കില്ല, നമുക്കൊന്നെങ്കിൽ സ്റ്റേ ഉണ്ടാവും, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റ്സും ഉണ്ടാവും. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ഹാവിങ് ഫുഡ്.
ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. ഇതൊരു റെസ്റ്റോറന്റ് ആണ്, ഫുഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. റെസ്റ്റോറന്റ് എന്ന് പറയാം. മറ്റേത് ഹോട്ടൽ. ഇത് മാറി പറഞ്ഞു കരുതി ആക്ച്വലി പ്രശ്നമൊന്നും ഇല്ല. നോബഡി കെയർസ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നോബഡി ഈസ് ഗോയിങ് ടു കമന്റ് കറക്റ്റ് ദാറ്റ് അയ്യോ ഇത് ഹോട്ടലല്ല റെസ്റ്റോറന്റ് ആണ്. അങ്ങനെ നിങ്ങൾ ഒത്തിരി ഒന്നും നിറ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ അത് പറഞ്ഞപ്പോഴാണ് ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നല്ല ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ചായ കാപ്പി ഇതുപോലും കുടിക്കാത്ത ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ടീ ടോട്ടൽ എന്ന് പറയും. അതായത് ഒരു ബെവറേജസ് കുടിക്കില്ല. പെപ്സി ചായ കോഫി ഇതൊന്നും കുടിക്കില്ല. പിന്നെ എഗ്സ് കഴിക്കുന്നവരെന്താ പറയുന്നത്? എഗ് മാത്രം കഴിക്കും. എഗ് ഫുഡ് കഴിക്കും, പക്ഷെ എഗ്ഗ് കഴിക്കും. നോൺ വെജ് ഒന്നും കഴിക്കില്ല. എഗ് നോൺ വെജ് അല്ല അവരെ പറഞ്ഞ് എഗ്ഗ് കഴിക്കുന്നവരെ എഗിറ്റേറിയൻസ് ആണ് പറയുന്നത്. എഗിറ്റേറിയൻസ്. പിന്നെ വെജിറ്റേറിയൻസ്. അതിൽ തന്നെ വീഗൻസ് ഉണ്ട്, വിച്ച് ഇസ് ഡിഫറെന്റ്. ഓക്കെ, വീഗൻസും വെജിറ്റേറിയൻസും ഡിഫറെന്റ് ആണ്. എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ സത്യത്തിൽ എനിക്ക് അറിയത്തില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയാവുന്നവർ കോമെന്റ് ചെയ്യാ എന്താ വ്യത്യാസം എന്ന്. പിന്നെ നമ്മളെ പോലെ സിദ്ധു നോൺ വെജിറ്റേറിയൻ അല്ലേ? ഞാൻ ഹാർഡ് കോർ നോൺ വെജിറ്റേറിയൻ. പിന്നെ ഇന്ന് ഓണത്തിന്റെ സാരി കൊടുത്തോണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് ചിക്കൻ കാല് കടിച്ചു പറിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് എന്നെ മസാല ദോശ കുറച്ച് കേരള തനിമയോടുകൂടി മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ എന്തായാലും വീഡിയോയിലൊക്കെ വരുന്നല്ലേ. ഒക്കേഷൻ അനുസരിച്ച് ഫുഡ് മറ്റേ ആ കാര്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഗായത്രി ഇപ്പൊ സ്റ്റുഡൻസിന് റീസെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലേ? എന്തോ മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് പറയുന്ന പ്രശ്നം മിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയായിരിക്കും. ഇപ്പൊ ബേസിക്സ് ലെവൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് വേർഡ്സ് അറിയാം, സെന്റൻസ് മേക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ അവരുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ സ്റ്റക്കായി പോകും. അതായത് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ഇതാണെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ ആലോചിച്ചാ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് സ്റ്റക്കായി പോകുന്നത്. സ്വന്തമായിട്ട് വിചാരിക്കുന്നു എനിക്ക് പറ്റുന്നില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ചിന്തയുണ്ട്. സോ ബേസിക്കലി നമുക്ക് വേണ്ട സത്യം പറയാം ഇംഗ്ലീഷ് എന്നല്ല, എന്ത് പഠിക്കാനായാലും പേഷ്യൻസാ. ഇപ്പൊ ഈ ദോശ തന്നെ എടുത്തോ, എന്ത് പെർഫെക്റ്റ് ആയിട്ടാ ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊക്കെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദോശ എന്തായാലും കല്ലിൽ ചെയ്യാം, അതെന്തായാലും കല്ലിലൊട്ടി പിടിക്കും. അപ്പൊ പോയിന്റ് ആദ്യത്തെ ദോശ കല്ലിലൊട്ടി പിടിച്ചെന്ന് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദോശ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും. നമ്മൾ ഫസ്റ്റ് പഠിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് അല്ല, കമോൺ, ഇത് വേറൊരു രാജ്യത്തെ ഭാഷയാണ്. ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ പഠിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നതിന് നമ്മൾ സംസാരിക്കാതെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റുന്നില്ല. മിസ്റ്റേക്ക് പറ്റും, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. മിസ്റ്റേക്ക് പറ്റും, ആദ്യമൊക്കെ നല്ലോണം സ്ട്രഗിൾ ചെയ്യും, പറയുമ്പോഴൊന്നും വരത്തില്ല. പക്ഷെ പതുക്കെ നമ്മളത് അപ്പൊ വന്നില്ല എന്ന് കരുതി നമ്മളത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാം. അങ്ങനെ എത്രയോ സ്റ്റുഡൻസ് അവരുടെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോയത്. അതായത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ജഡ്ജ് ചെയ്യുമോന്നുള്ളൊരു പേടിയും ഭയങ്കരമായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ആൾക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സംസാരം പെട്ടെന്ന് നിർത്തും, പെർഫെക്റ്റ് ആവാൻ നോക്കും. കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പെർഫെക്ഷൻ, അതായത് അൺറിയലിസ്റ്റിക് ഗോൾസ് ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അതായത് 3 മാസം കഴിയുമ്പം ഒരു അമേരിക്കനെ പോലെ സംസാരിക്കുക അങ്ങനെയല്ല. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ എത്രയാണോ അതിൽ നിന്ന് കുറച്ച് ബെറ്റർ ആവുക, സ്വന്തമായിട്ട് സെന്റൻസസ് ഉണ്ടാക്കുക, ഈ പേടിയില്ലാതെ ഒരു ഒഴുക്കോടുകൂടി സംസാരിക്കാമെന്നായിരിക്കണം. എന്താണ് നമ്മുടെ ലെവല്, അതിന് മേളിലോട്ട് അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ബേസിക് ലെവൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ വേർഡ്സ് കാറ്റ് പറഞ്ഞല്ലോ, മിക്കവർക്കും വേർഡ്സ് അറിയാം, ഇഷ്ടംപോലെ വേർഡ്സ് അറിയാം. ഇത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ അമേരിക്കൻ ആക്സെന്റ് സംസാരിക്കണം എന്നുള്ളത് ആദ്യമേ ലക്ഷ്യം വെക്കരുത്. അത് തന്നെ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പോൾ സെന്റൻസ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത സ്റ്റുഡൻസ് വരും, അമേരിക്കൻ ആക്സെന്റ് പഠിക്കണം എന്നറിയാം. അതായത് LKG നേരെ MBA പഠിക്കണ്ടേ, അത് പറ്റില്ല. സോ നമ്മൾ സ്റ്റെപ്പായിട്ട് വേണം പഠിക്കാൻ. അത് പഠിക്കുന്ന സമയത്ത് എന്തായാലും മിസ്റ്റേക്സ് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഓർമ്മയിരിക്കും, ഓക്കെ ഞാൻ ഇവിടെ മിസ്റ്റേക്ക് വരുത്തി ക്ലിയർ ചെയ്യണം. sugarless coffee without hair. और कॉफी है, अब वो एक सी और एक कॉफी है ना, वो वाला टाइप है। आया 2 चाय वो वहाँ
ചായ കോഫി एक चाय और एक कॉफी बोला था. वो वाला वो ब्लू टी शर्ट चेक शर्ट वाला ഓക്കെ. ശകലകല വല്ലഭം. ഈ പറയുന്നത് പോലെ ഇപ്പം ഹിന്ദി ഇപ്പൊ ഹിന്ദി സംസാരിച്ചു ഹിന്ദി ഒട്ടും അറിയില്ല. ഇപ്പൊ ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ മിസ്റ്റേക്ക് വരുത്. എന്നേരം സംസാരിക്കാതിരിക്കരുത്. അങ്ങ് സംസാരിക്കാം. മിസ്റ്റേക്ക് ഒന്ന് ചേട്ടൻ എന്തോ എന്നെ കറക്റ്റ് ചെയ്യാൻ പോകുന്നു, എന്നെ കളിയാക്കാൻ പോകുന്നു, ചേട്ടൻ ചായപാത്രം അവിടെ വെച്ചിട്ട് അയ്യേ ഹിന്ദി അറിയില്ല ആരും പറയാൻ പോകുന്നില്ല. നോബഡി കെയർസ്. സംസാരിക്കാം. പിന്നെ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയുന്നത്, പ്രത്യേകിച്ച് ബേസിക് ലെവൽ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോ. നമ്മളിപ്പോ ഒരു ടെൻസ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെന്റൻസ് സിറ്റുവേഷനിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കണത് പഠിച്ചു. സോ ആ ഫോമാറ്റിൽ നമ്മൾ കുറെ സെന്റൻസസ് സ്വന്തമായിട്ട് എഴുതുക, എന്നിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് അത് സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിൽ കയറ്റുക എന്നുള്ളത്. ഇപ്പം എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ സിമ്പിൾ പ്രസന്റൻസ് പഠിപ്പിച്ചു എന്ന് വിചാരിച്ചോ, അപ്പൊ അത് പഠിച്ചിട്ട് നേരെ പോയി സംസാരിക്കാന്നാ കാര്യത്തിൽ. മനസ്സിൽ കയറ്റുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല, മനസ്സിലാക്കുക എന്നുള്ളതില്ല. അത് ഓക്കെ ഇങ്ങനെയാണ് പഠിച്ചു, ഇനി പോയി സംസാരിക്കാം. അപ്പൊ സംസാരിക്കുമ്പോ എന്താ, നമ്മുടെ മനസ്സിൽ അത് നിൽക്കാത്തത് കൊണ്ട് നമുക്ക് അറിയത്തില്ല, നമുക്ക് ടെൻഷൻ ആവും. സോ ഫസ്റ്റ് നമ്മൾ സെന്റൻസസ് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. അതായത് എഴുതി പഠിക്കാന്ന് വെച്ചാൽ ഒരേ സെന്റൻസ് തന്നെ 100 തവണ എഴുതാനല്ല. നമ്മളിപ്പം സിമ്പിൾ ടെൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ടെന്നുള്ളത് ഈ ഒരു ഫോമാറ്റിലാണ്. ഐ ഈറ്റ് ദോശ, അല്ലെങ്കിൽ ഷീ ലൈക്സ് ടീ, ഇതുപോലത്തെ സെന്റൻസസ് ആണ്. അപ്പൊ അത് നമ്മൾ ആ സിറ്റുവേഷൻ വെച്ചിട്ട് അതുപോലത്തെ സെന്റൻസസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക. ഇപ്പം എനിക്ക് എന്റെ ഇഷ്ടങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതാം, എന്റെ ഫ്രണ്ടിന്റെ ഇഷ്ടങ്ങൾ എഴുതുക, ഗായത്രിയുടെ ഇഷ്ടങ്ങൾ ഞാൻ എഴുതാം അങ്ങനെ. അല്ലെങ്കിൽ ഗായത്രിയുടെ ഡെയിലി റൂട്ടീൻ, എന്റെ ഡെയിലി റൂട്ടീൻ, അതെല്ലാം എഴുതുക. ഇംഗ്ലീഷിൽ മാക്സിമം എഴുതാം. എന്നിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. കാരണം പറയേണ്ടത് എന്താണെന്നൊരു ഐഡിയ നമുക്കുണ്ടാവും. പറയേണ്ടത് എന്താണെന്നൊരു ഐഡിയ ഇല്ലാത്തതാണ് മിക്ക സ്റ്റുഡൻസിന്റെ പ്രശ്നം. പിന്നെ എല്ലാവർക്കും ഗ്രാമർ പേടിയാണ്. ആരും ഗ്രാമർ പഠിക്കണം. ആ ഒരു ഫിയർ മാറ്റിയെടുക്കാൻ ആക്ച്വലി ഭയങ്കര പാടാണ്. കാരണം നമുക്കാണെങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ നിറച്ച് വെച്ചേക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വണ്ണം ഉള്ളതൊരു മോശക്കാരിയാണെന്ന് നമുക്ക് പലർക്കും ഇല്ലേ. അതിന്റെ കാരണം എന്താ? അപ്പൊ ശരിക്കും കുറച്ച് വണ്ണം ഉള്ളതൊരു പ്രശ്നമാണോ? അല്ല. എനിക്ക് എന്റെ ഒരു കോൺസെപ്റ്റില് എന്താ, ഏത് ബോഡി ഷേപ്പ് ആയാലും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം അത് ആ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ് ഞാൻ പറയുമ്പോഴും എനിക്കൊരു 2 കിലോ കൂടി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. അയ്യോ എനിക്ക് വണ്ണം വെച്ചോ, എനിക്ക് ഇതിടുമ്പോൾ വണ്ണം തോന്നുന്നുണ്ടോ. ഇത് എന്റെ കോൺസെപ്റ്റ് എന്താ, എന്റെ ഫ്രണ്ടിന് വണ്ണം കൂടുകയാണെങ്കിൽ ഞാൻ പറയും ഇത് നിങ്ങൾക്കാണ് എപ്പോഴും ഭംഗിയാണ്. അത് എനിക്ക് വണ്ണം കൂടുകയാണെങ്കിൽ ഞാൻ എനിക്ക് വണ്ണം കൂടിയോ, എനിക്ക് കൂടി, ഇത് നീ ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ല. അതാണെങ്കിൽ ഒരു ഇൻബിൽറ്റ് ഫിയർ ആണ്, കണ്ടീഷനിങ് ആണ്. വണ്ണം ഒരു പ്രോബ്ലം ആണ് എന്നുള്ളത് കണ്ടീഷൻ ചെയ്ത് വച്ചേക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും, നമ്മുടെ കേസ് നമുക്ക് അത്രയും അക്സെപ്റ്റിംഗ് ആകാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഗ്രാമർ. ആളുകൾ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ്. ഗ്രാമറും തൂവലിയോ ഗ്രാമർ പഠിക്കുന്ന വേസ്റ്റാണ്. നമ്മൾ വേറൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ബേസിക് ഐഡിയ വേണം ആ ലാംഗ്വേജിനെ പറ്റി. ആ ബേസിക് ഐഡിയ ആണ് ഗ്രാമർ. കണക്ക് പഠിക്കുമ്പം നമ്മൾ സ്കൂളിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നില്ല, അല്ലാതെ കാലാകാലം വിരലിൽ എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. സോ അതുപോലെയാണ് ഗ്രാമർ. നമ്മൾ ഒത്തിരി ഇംഗ്ലീഷിൽ ഡയറക്റ്റ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമർ ഉള്ളത്. ഗ്രാമർ പഠിക്കാൻ പേടിയുള്ള സ്റ്റുഡൻസ് കാര്യത്തിലുണ്ടോ? ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആദ്യമേ പറയും, അതായത് ഞാൻ സ്കൂളിൽ കുറെ കഷ്ടപ്പെട്ടതാ, എനിക്ക് ഗ്രാമർ വേണ്ട, എനിക്ക് നല്ലപോലെ സംസാരിക്കണം, അങ്ങനെ പറയും. ഗ്രാമർ ഇപ്പം കുറച്ചറിയാവുന്നവർക്ക് നമുക്ക് എക്സ്പോഷർ ബിൽഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പം ബേസ് ഒട്ടുമില്ലാതെ, ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും അവരിലേക്ക് അത് എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പതിയെ ഇപ്പം ഗ്രാമർ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇപ്പം കണ്ടീഷണൽ സെന്റൻസസ്, റിപ്പോർട്ട് സ്പീച്ച്, കോംപ്ലക്സ് അതൊന്നും അല്ല. ബേസിക് ആയിട്ടുള്ള ഗ്രാമർ, ടെൻസസ് എന്താണെന്ന് ഒന്നറിഞ്ഞാൽ തന്നെ നമുക്ക് അത് വരുമ്പോ ടെൻസസ് പഠിക്കണ്ടല്ലോ. വേണ്ട, ടെൻസസ് ഏതൊക്കെ പഠിക്കണം നിന്റെ എക്സ്പീരിയൻസിൽ? സിമ്പിൾ ടെൻസസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കറക്റ്റ് ആയിട്ട് സംസാരിച്ചാൽ ഇവിടെ എന്തോ മീനിങ് കറക്റ്റ് ആവുന്ന പോലെ. നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, ഒരു കാര്യം നേരത്തെ ചെയ്തു, ഇനി ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പൊ ഞാൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ ഐ ആം ഹാവിങ് ദോശ എന്ന് പറയണം. കണ്ടിന്യൂസ് ടെൻസസും ഇമ്പോർട്ടൻ്റ് ആണ്.
പെർഫെക്റ്റ് ടെൻസിൽ എനിക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പഠിച്ചു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആക്ച്വലി അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതൊക്കെ ഏകദേശം അറിഞ്ഞിട്ട് തന്നെ നമുക്ക് ഏകദേശം സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റും. അതാണോ വരാറായില്ലേ? ടൈം തമ്മിൽ അത് കിട്ടുന്നത് ഫസ്റ്റ് നമുക്ക് വളയും കമ്മലും പിന്നെ മാല അതൊക്കെ വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് പൂ വാങ്ങിക്കാൻ പോവാം. അത് ഓഫീസിൽ അത്തപ്പൂക്കൾ ഇടാൻ പോവാ. ഞങ്ങളൊരു സാധനം ഇടും, അതിന് ഞങ്ങൾ അത്തപ്പൂക്കളൊന്നും വിളിക്കും. പൂ ഉണ്ടാവും, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വട്ടത്തിലായിരിക്കും തോന്നുന്നു, അറിയില്ല. സോ സ്ക്വയറിൽ ഇട്ടാലോ അതാകുമ്പോൾ എളുപ്പമല്ലേ. ഈ വട്ടത്തിലിടാനല്ലേ ബുദ്ധിമുട്ട് അത്തപ്പൂക്കൾ. വട്ടം വരയ്ക്കാൻ അരയ്ക്കാം. സ്ക്വയർ ആകുമ്പോൾ പിന്നെ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അത് പറയുമ്പോഴേ നമ്മൾ എന്തായാലും ഓട്ടോയിലാണല്ലോ. എല്ലാ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്. സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ട് എന്ന് എന്താ, ഇതിപ്പോ പറഞ്ഞു എനിക്ക് ശീലമായി പോയി. മിക്കവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ ഇൻ ഓട്ടയാണോ ഓൺ ഓട്ടയാണോ അറ്റ് ഓട്ടയാണോ ഓൺ ബസ് ആണോ ഇൻ ബസ് ആണോ എന്തുവാണെന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിലെന്തോ കറക്റ്റ് എന്തുവാ? അതായത് ഇപ്പം ഈ ഓട്ടോയില് നമുക്ക് എത്തിച്ചിങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല, ഇരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ പോകുന്ന ഒരു വെഹിക്കിളാണെങ്കിൽ ഇന്നത്തെ പറയും. അതായത് ഓട്ടോയിലേക്ക് വലിയ വെഹിക്കിൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അതിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഓട്ടോ ഒക്കെ ഇന്ന ഓട്ടോ കാറ് ഇതൊക്കെ ഇന്ന. പിന്നെ എനിക്ക് തോന്നുന്നു പ്ലെയിൻ ബസ് ട്രെയിൻ ഇതൊക്കെയാണ് ഓൺ. പക്ഷെ എന്നാലും ഇൻ ബസ്സിൽ നമ്മൾ പറയാറുണ്ട് എക്സാക്ട്ലി ബസ്സിൽ എവിടെയാണ്. അതായത് ഇപ്പം നീ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ എം ഇൻ ദ ബസ് എന്ന് പറയുമ്പോൾ ഞാൻ ബസ്സിന്റെ ഉള്ളിലാണെന്ന് പറയാനാതെ, അല്ലെങ്കിൽ ഐ എം ട്രാവലിംഗ് ഓൺ ദ ബസ് എന്നാ പറയാം. കാരണം ഞാൻ ബസ്സിൽ വന്നോണ്ടിരിക്കുകയാണ്, ബസ്സിൽ കയറി വന്നോണ്ടിരിക്കുകയാണ്. ഇന്ന് പറയണോ ഓൺ പറയണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബൈ യൂസ് ചെയ്താൽ മതി, അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ വി റീച്ച് ദ മാർക്കറ്റ് ബൈ എൻ ഓട്ടോ അങ്ങനെ പറയാം. പിന്നെ അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ബൈ കാർ, അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ബൈ ബസ്, ഐ ട്രാവൽ ഹോം ബൈ ട്രെയിൻ. അങ്ങനെ ഐ ഗോ ടു ഡൽഹി ബൈ പ്ലെയിൻ അങ്ങനെ പറയാം. സോ ഇന്നാണോ ഓൺ വേണോ എന്ന് അങ്ങനെയൊക്കെ ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ബൈ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നടന്നു പോകുന്നതിന് അപ്പൊ നമുക്ക് നടന്നു പോകുന്ന വേണമെങ്കിൽ ബൈ അല്ലെങ്കിൽ ഐ യൂസ് ടു വാക്ക് ടു സ്കൂൾ അങ്ങനെയും പറയാം. പിന്നെ വേറെ ഡൗട്ട് ആണ് ഈ ടു അതുപോലെ തന്നെ ഫ്രം അല്ലെങ്കിൽ ടു. ഈ എവിടേക്ക് ടു യൂസ് ചെയ്യണമെന്ന് എപ്പോഴും ഡൗട്ട് ഇല്ലേ. പലരും ചില സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടടുത്തൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഫോമിന്റെ കൂടെ ടു യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഐ ഗോ മാർക്കറ്റിനെ പറയത്തുള്ളൂ, ടു മാർക്കറ്റ് വരാത്തില്ല. അതായത് ബേസിക്കലി ഗോ കം അതിന്റെ കൂടെ ടു വേണം, ഗോ ടു കം ടു. പക്ഷെ ചില വാക്കുകളുടെ കൂടെ വേണ്ട. ഫോർ എക്സാമ്പിൾ ഗോ ടു ഹോം എന്ന് പറയില്ല, കം ടു ഹോം എന്ന് പറയും. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇത് പിന്നീട് ഇപ്പൊ നിങ്ങള് വീണ്ടും കാണണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഗോ ടു ഹോം എന്ന് നമ്മൾ പറയില്ല, പക്ഷെ ഗോ ടു ബാക്കി എല്ലാം. ഫോർ എക്സാമ്പിൾ വി ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്, പിന്നെ അങ്ങോട്ട് പോവാണ് ഗോയിങ് ടു മാർക്കറ്റ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയാണ് ടു യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത്. ഇൻ ഷോർട്ട് എവിടേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് പോയെന്നുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ കാണിക്കാൻ, അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ബേസിക്കലി ആ സ്ഥലത്തിന്റെ മുന്നിൽ ടു ചേർത്ത് കൊടുക്കുക. ഹോം ആൻഡ് എബ്രോഡ് ഇതിന്റെ രണ്ടിന്റെ കൂടെ ടു ചേർക്കില്ല, കേൾക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ റെസ്റ്റോറന്റിലാണ് വരുന്നത്, from the restaurant to the market. We are coming from the restaurant and going to the market. അപ്പൊ അങ്ങനെയാണ് ടു ഫ്രം യൂസ് ചെയ്യുന്നത്. ഫ്രം കാണിക്കുന്നത് എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് കാണിക്കാൻ, എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് കാണിക്കാൻ. ടു നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് അവസാനിക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി അതാണ് ഫ്രം ആൻഡ് ടു. ഇത് മോസ്റ്റ്ലി കൺഫ്യൂസിങ് ആണ്. ഇന്ന് എന്താന്ന് അറിയത്തില്ല, ട്രാഫിക് കുറവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര ട്രാഫിക് കൂടും. അതുണ്ടോ? അത് ആക്ച്വലി എ പോസിറ്റീവാ. ഇവരുടെ എന്ന് പറയുമ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ
ഇപ്പൊ ഫുള്ള് എ പോസ്റ്റേഴ്സാ എല്ലായിടത്തും. നമുക്കും ഉണ്ട് കേട്ടോ, അത് പറയാനല്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട് എ പോസ്റ്റേഴ്സ് എല്ലാത്തിനും ഏതിനും എ. ഇംഗ്ലീഷ് പഠിക്കാൻ എ യൂസ്ഫുൾ ആയിരിക്കോ? അത് കൂടുതൽ പേര് ചോദിക്കുന്ന ചാറ്റ് നോക്കി പഠിക്കാൻ പറ്റില്ലേ? ആക്ച്വലി നമുക്ക് സംസാരിക്കാൻ പഠിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും. ഇല്ല, ഒരു മോഡറേറ്റ് ലെവൽ സ്റ്റുഡന്റ് ഒക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രാക്ടീസിന് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്, പ്രാക്ടീസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പക്ഷെ അപ്പോഴും ആ ഒരു ഇത് ഈ നമ്മളിപ്പോ ചാറ്റ് ജിപിടി വെച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കിയാലും അതിൽ കുറെ മിസ്റ്റേക്സ് കാണും. കാരണം എന്താ, ചാറ്റ് ജിപിടിയും പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ചിലരൊക്കെയാണ് ചാറ്റ് ജിപിടിയിലെ കാര്യം കൊണ്ട് വരും, ഇത് അങ്ങനെയല്ലേ, ഇത് അങ്ങനെയല്ലേ. ചാറ്റ് ജിപിടി മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസസ്, ബേസിക് മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ഭാഷ, അതായത് മലയാളം, അത് ചാറ്റ് ജിപിടി ആയാലും ജെമിനി ആയാലും അത്ര വശമില്ല. ഇപ്പൊ പോയനെ അത്ര വശമില്ല. സോ ചാറ്റ് ജിപിടി ജെമിനിയും വെച്ച് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു മോഡറേറ്റ് ലെവൽ സ്റ്റുഡൻസിനൊക്കെ ഞാൻ തന്നെ എക്സസൈസ് ആയിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ ദിവസവും അറ്റ്ലീസ്റ്റ് ചാറ്റ് ജിപിടിയോടെങ്കിലും ഒരു 10-15 മിനിറ്റ് സംസാരിക്കാൻ, അല്ലെങ്കിൽ ജെമിനിയുടെ അടുത്തോ ക്ലൗഡിന്റെ അടുത്തോ ഒക്കെ സംസാരിക്കാൻ. പക്ഷെ ബേസിക് ലെവൽ സ്റ്റുഡൻസ് പറയുന്ന മൊത്തം തെറ്റാണെങ്കിൽ ഇവരത് മൊത്തം കറക്റ്റ് ചെയ്ത് തരത്തില്ല. അവരത് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരും. അല്ലാതെ നിങ്ങളുടെ മിസ്റ്റേക്സ് ഒരു പ്രോപ്പറായിട്ട് ഈവൻ നമ്മൾ പറയാണ്, ഞാൻ പറയുന്നതിലെ മിസ്റ്റേക്സ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരണമെന്ന് പ്രോപ്പർട്ടി കൊടുത്താൽ പോലും അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാ. കാരണം ബേസിക് ലെവൽ ഇപ്പൊ നമുക്ക് കോണ്ടന്റ് ഉണ്ടാക്കണമല്ലോ, എങ്ങനെ വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാന്നൊക്കെ നമ്മൾ യൂട്യൂബില് കോണ്ടന്റ് വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സജസ്റ്റ് ചെയ്താലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇതുപോലെ ചാറ്റ് ജിപിടിക്ക് പ്രോംപ്റ്റ് കൊടുത്തു, ഞാൻ വരുത്തുന്ന എല്ലാ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്യണമെന്ന്. ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് ഒന്നും കറക്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അടിപൊളിയാന്ന് പറഞ്ഞത്. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പഠിക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റാ. കാരണം എന്താ വെച്ചാ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യമില്ല. തെറ്റ് തന്നെ പറയാനാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്ക് കറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് പഠിക്കാന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിൽഡ്രൻസ് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അതെ അതെ അതെ, ശരിയാ. ചിൽഡ്രൻസ്, പിന്നെ പീപ്പിൾസ്, പ്യൂപ്പിൾ എന്ന് പറയുന്നത്, പിന്നെ ഓൾവേസിന് ആൾവേസ്, ഇതൊക്കെ എന്താണെന്നറിയാവോ? ഇതൊക്കെ എത്ര തവണ കറക്റ്റ് ചെയ്ത് കൊടുത്താലും പല സ്റ്റുഡൻസിന് അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ പ്രശ്നം കാരണമല്ല, ശീലമായി പോയി, ഹാബിറ്റ് ആയി പോയി, പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ മിസ്റ്റേക്സ് ആദ്യമേ പഠിച്ചു തുടങ്ങുമ്പോൾ കറക്റ്റ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഈ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഭയങ്കര നോർമൽ ആയിപ്പോകും. ഇതാണ് ബേസിക് കാര്യം. മാക്സിമം മിസ്റ്റേക്ക് പഠിക്കുക. ഇപ്പൊ ഞാൻ കുറച്ചും പറഞ്ഞില്ല, ട്രാഫിക് ഇല്ലാന്ന്, പെരും ട്രാഫിക്കാ, നല്ല ട്രാഫിക്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ ആദ്യം ഒരു സെന്റൻസ് കൊടുക്കുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് തരും. പിന്നെ നമ്മൾ ചോദിക്കണം, ക്യാൻ യു മേക്ക് ഇറ്റ് മോർ നാച്ചുറൽ? എന്നാലായിരിക്കും നമ്മൾ ചാറ്റ് ജിപിടി യൂസ്ഫുൾ അല്ലാന്നല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞു. ചാറ്റ് ജിപിടി യൂസ്ഫുൾ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഞങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നു നമ്മള് ക്രോമിലൊക്കെ പോയി എടുത്ത് നോക്കുന്നത്. ഇപ്പൊ കൂടുതലായിട്ട് നമ്മള് ചാറ്റ് ജിപിടിയിൽ തന്നെ ചോദിക്കും, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താ, ഇതിന്റെ മീനിങ് എന്താ, അർത്ഥം എന്താ, എങ്ങനെയാ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ, ഇതൊക്കെ ചാറ്റ് ജിപിടിയോട് ഞങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചാറ്റ് ജിപിടിക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഐ വുഡ് സജസ്റ്റ്, നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇപ്പം ബേസിക്കലി നിങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കണം എന്നല്ല. നിങ്ങൾക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അടുത്ത് തന്നെ സംസാരിച്ച് പഠിക്കാൻ പറ്റും. അതിനല്ല ഈ വീഡിയോ. പക്ഷെ തെറ്റായിട്ടുള്ള രീതിയിൽ പഠിച്ചു വെക്കരുത്, പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്നോട് ചില ആളുകൾ ചോദിക്കും, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ജോയിൻ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. എന്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ ഞാൻ പറയും, അതിന്റെ ആവശ്യമില്ല, എന്നോട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഞാൻ തന്നെ പറയും. സോ അങ്ങനെയല്ല, ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് തെറ്റ് തിരുത്തി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗായത്രിക്ക് കമ്മൽ ഒരു വീക്ക്നെസ് അല്ലേ? ഞാൻ ഗായത്രിനെ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന, ഗായത്രി ഇന്ന് എന്ത് ജുംക ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഓഫീസിൽ ഇടാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ റൂമിന്റെ അകത്ത് കയറിയപ്പോ കണ്ടില്ല, കൊറേ പാദസരം, കമ്മല്, പിന്നെ വള. എന്റെ വീക്ക്നെസ്സാ. ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇടിയം കേട്ടു. എന്താന്ന് വെച്ചാ, കേൾക്കുമ്പോ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ടു ഈറ്റ് ക്രോ എന്താന്ന് വെച്ചാല്, അതായത് നമ്മളൊരു മണ്ടത്തരം കാണിച്ചല്ലേ, നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റി, അത് പബ്ലിക്കായിട്ട് നമ്മൾ ഏറ്റു പറയേണ്ടി വരുമ്പോ നാണം കിടത്തില്ലേ, അതിനെയാണ് ടു ഈറ്റ് ക്രോ എന്ന് പറയുന്നത്.
he had to eat crow after admitting he stole her bag. അവളുടെ ബാഗ് മോഷ്ടിച്ചെന്ന് അഡ്മിറ്റ് ചെയ്തപ്പോൾ അവന് നാണം കെട്ടത് സമ്മതിക്കേണ്ട ഒരു അവസ്ഥ. എനിക്ക് ഇഡിയംസ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി ഇഡിയംസ് യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് തോന്നും. പക്ഷെ ചില സമയത്ത് നമ്മുടെ ഈ ഗായത്രി പറഞ്ഞതുപോലെ കോൺവെർസേഷൻസ് എഫക്റ്റീവ് ആക്കാനായിട്ട് ഇടിയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കടയിലോട്ട് പോകും, എന്നിട്ട് വാഴയ്ക്കും കമ്മലിനും എത്രയാ വിലയെന്ന് ചോദിക്കും. അപ്പം ഭയങ്കര വിലയായിരിക്കും, ഒടുക്കത്തെ വിലയായിരിക്കും. അപ്പം നമ്മൾ പറയും കോസ്റ്റ് നാമനല്ലേ. അപ്പം എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര വില കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞാൽ മതി, എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. എന്നിട്ട് പാവം കടക്കാരനോട് അങ്ങനെ പോയി കറിയരുത്. ഇവിടെ എന്താ നോർത്ത് ഇന്ത്യൻ ചേട്ടന്മാരോട് നോർത്ത് ഈസ്റ്റ് ചേട്ടന്മാരോടൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കണം നമ്മൾ എന്തോ ചീത്ത പറയുന്നതാണ്. നമ്മൾ അത് ശ്രദ്ധിക്കണം. പറയുന്ന ക്രൗഡ് ഏതാണെന്നും കൂടി നോക്കണം. സിദ്ധു എവിടെ? ക്യാമറമാൻ സിദ്ധുവിനെ കണ്ടു ഗൈസ്. ക്യാമറമാൻ സിദ്ധു എന്നാ പിടി. എല്ലാം ഹോൾസെയിലാ. റീറ്റെയിലറുടെ ഒക്കെ ഇപ്പോൾ എവിടെയാ? പുറത്തോട്ട് ഇറങ്ങണം. റീറ്റെയിലറുടെ ഒക്കെ പുറത്താ. റീറ്റെയിൽ തമ്മിലുള്ള വ്യത്യാസം എന്താ സിദ്ധു? വളരെ മനോഹരമായിട്ടുണ്ട്. തിരിഞ്ഞുപോയി. അങ്ങനെയല്ല, ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ബൾക്കായിട്ടേ കൊടുക്കത്തുള്ളൂ സാധനം. അതായത് ഇപ്പോൾ ഒരു സെറ്റ് 12 വളകളൊക്കെ ആയിട്ട് വാങ്ങിക്കില്ല, അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല. ബൾക്കായിട്ട് 2 ബോക്സ് 3 ബോക്സ് അങ്ങനെ ഈ പുറത്തുനിന്നുള്ള കടക്കാരാ ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ബൾക്കായിട്ട് വാങ്ങിക്കുന്നത്. റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പാവങ്ങൾ 2 വള 1 ജോഡി കമ്മൽ മറ്റേതൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലേക്കും, പിന്നെ ഈ കല്യാണമൊക്കെ വരുമ്പം ബൾക്കായിട്ട് ഒത്തിരി പേർക്ക് ഇടാനൊക്കെ വാങ്ങിക്കാനാണ് ഇവിടെ നല്ലത്. ഒരു ബോക്സ് ആയിട്ടൊക്കെ കിട്ടും. ആണോ? ഇവിടെ നോക്കിയല്ലോടാ, നോക്കാം. ബാ. നമ്മൾ കമ്മല് ഇടുന്നതിന് എന്താ പറയാ, എങ്ങനെയാ പറയാ? ഫോർ എക്സാമ്പിൾ, ഗായത്രി കമ്മൽ ഇടാറുണ്ട്, എങ്ങനെ പറയും? പുട്ടോന്നും പറയാം, വേറെന്നും പറയാം. ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, വേറെന്ന് പറയാൻ പറ്റുമോ? ക്ലോത്ത്സ് അല്ലേ വെയർ ചെയ്യുന്നത്, കമ്പിളൊക്കെ നമ്മൾ വെയർ ചെയ്യാൻ ഡൗട്ട് ഉണ്ട്. സാരി ഡ്രേപ്പ് ചെയ്യുക. സാരി എന്ന് പറയുമ്പോൾ ഇതൊരൊറ്റ തുണിയല്ലേ, നമ്മൾ ഡ്രേപ്പ് ചെയ്യുക. ബ്ലൗസ് ഒക്കെയാണ് നമ്മൾ വെയർ ചെയ്യുന്നത്. പിങ്ക് ഇതാ ഞാൻ കൂടെ പോകും, ഇതിവിടെ വയ്ക്കാം. ആക്ച്വലി ഇറ്റ്സ് റിയലി ഗുഡ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇല്ല, ലൈറ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇത് അതിനെ പറ്റിയിട്ടേ അല്ല, ഐറ്റത്തിനെ പറ്റിയിട്ടേ അല്ല. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഐറ്റം ഇവിടെ കൺസേൺ അല്ല. അതാ അതിവിടെ കാണിക്കില്ല, പേടിക്കണ്ട. ഞാൻ ശരിക്കും വാങ്ങിക്കാൻ വേണ്ടി എന്താ ഇല്ല പേടിക്കണ്ട. പറഞ്ഞൊന്നും വരുന്നില്ലല്ലേ. ഇതാ ഒരു സാധനത്തിന്റെ പ്രൈസ് അറിയണം, എങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. What's the price? What's the price for this item? പിന്നെ how much does this cost? And then how much is this for? How much is this for? What should I pay for it? How much should I pay? ഇനി നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിലോ, ഇത് കുറയുമോ എന്നുള്ളത്. ക്യാൻ ഐ ഗെറ്റ് ദിസ്? ഇപ്പൊ ഇതിന്റെ പ്രൈസ് 392 ആണ്. അപ്പൊ ഞാൻ ചോദിക്കണം ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ എനിക്കൊരു 300 രൂപയ്ക്ക് തരുമെന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും? ക്യാൻ ഐ ഗെറ്റ് ദിസ് ഫോർ 300? ഇത് 392 ആ. അപ്പം ക്യാൻ ഐ ഗെറ്റ് ദിസ് ഫോർ 300 rupees ചോദിക്കാം. അല്ലെങ്കിൽ വുഡ് യു ഗീവ് ഇറ്റ് മീ ഫോർ 300 rupees ചോദിക്കാം. അങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്യാം. ക്യാൻ ഐ ഗെറ്റ് ദിസ് ഫോർ, അല്ലെങ്കിൽ വുഡ് യു ഗീവ് ഇറ്റ് ടു മീ ഫോർ എന്ന് പറയുന്നത്. ഓക്കെ, നീ ഒരു കമ്മിലെടുത്തു, എൻ്റെ വക ഇഷ്ടമുള്ള എടുത്തോ. എൻ്റെ വക എന്ന് എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഗായത്രിക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഓണത്തിന്. ഇറ്റ്സ് ഓൺ മീ. ഇറ്റ്സ് ഓൺ മീ, എൻ്റെ വക. അപ്പം നമ്മൾ ബില്ലൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പേ ചെയ്യാമെന്ന് പറയുമ്പം യു ക്യാൻ സേ ഇറ്റ്സ് ഓൺ മീ എന്ന് പറയാം. ഞാൻ പേ ചെയ്യാം, ഇറ്റ്സ് ഓൺ മീ. സോ ഇറ്റ്സ് ഓൺ മീ പറയാം. വാങ്ങിച്ചു അല്ല, ഇത് തന്നെ നോക്കണമെന്നില്ല കേട്ടോ, ഇത് വേണമെങ്കിൽ നോക്കാം. ഗായത്രി ആക്ച്വലി ഭയങ്കര ജുംക്ക ഫാനാണ്. ഗായത്രിയുടെ ഞാൻ ഓഫീസിൽ വരുമ്പോൾ ആദ്യം നോക്കുന്ന ഗായത്രി ഏത് ജുംക്ക ഇട്ടിട്ടുണ്ട്. അല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനെന്താ നിങ്ങൾ വന്നത്?
ഞങ്ങളുടെ ഓഫീസ് എറണാകുളത്ത് കലൂര് വാരക്കോട്ടിന്റെ ഓപ്പോസിറ്റുള്ള. നല്ല പോലെ പോകുന്നു. ഫീസ് നമുക്കിപ്പം 2 മാസത്തെ കോഴ്സിന് 3500 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇത് മതിയാവെന്ന് വെച്ചാൽ രണ്ടും എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി വേറെ എന്തെങ്കിലും എടുക്കണോ വേണ്ടോ എന്നുള്ളത്. നമുക്ക് എന്താ സംസാരിക്കേണ്ടതെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ബേസിക് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാത്തതിന്റെ പ്രശ്നമല്ലേ. ചേട്ടൻ ഇപ്പം എങ്ങനെ ഫോറിൻ കസ്റ്റമേഴ്സ് ഒക്കെ വരാറുണ്ടോ? യൂസ്ഫുൾ ആയിരിക്കും. കൈ നോക്കാം പോകുമ്പോ എന്തായാലും വേണ്ടി വരും. പുറത്തു പോകുമ്പോ വേണ്ടി വരും. അതല്ലേ ഞങ്ങൾ സ്റ്റുഡൻസിനോട് പറയാം. ആടാ അപ്പം ബുദ്ധിമുട്ടാണല്ലേ. എന്നാലും പാടാണ് അറിയാൻ. പക്ഷെ എന്നാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ യൂസ്ഫുൾ ആണ്, എളുപ്പമാണ് പറയാൻ. അതെ, അല്ല പഠിക്കാൻ പറ്റും, സിമ്പിളാ. ഞങ്ങൾക്ക് 24 hours ട്രെയിനേഴ്സ് ഉണ്ട്. എപ്പോഴാണോ ഓൺലൈനായിട്ട് പഠിക്കാം, വന്നിട്ടായാലും പഠിക്കാം. ഓൺലൈനായിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഏത് സമയത്താണെങ്കിലും നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ വീഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്താ? ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ വീഡിയോ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ചേട്ടൻ ജോയിൻ ചെയ്താൽ മതി. പേജ് ഫോളോ ചെയ്ത് വെച്ചോ, ഞങ്ങൾ അതിൻ്റെ അകത്ത് പറയും. വെരി ഗുഡ്. അതാ പറഞ്ഞ വീഡിയോ എപ്പോ വേണേലും അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. 24 hours ട്രെയിനേഴ്സ് ഉണ്ടല്ലോ. അതിന്റെ പേര് അറിഞ്ഞാൽ ഞാൻ പത്തനംതിട്ട, ആലപ്പുഴ, പത്തനംതിട്ട. വെൽക്കം. രേവതി, സിദ്ധാർത്ഥ്, ബൈ ബൈ ഏട്ടാ. ഗായത്രിയുടെ സാധനം ഗായത്രിക്ക് തരട്ടെ. ഗായത്രി ഓഫീസിൽ എത്തിയിട്ട് ഞാൻ തരാവേ. സാധനമൊക്കെ വാങ്ങിച്ചു. പൊതുവെ ഇപ്പം മാസാവസാനം, പ്രത്യേകിച്ച് മാസാവസാനം നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹം കാരണം ഇതുപോലെ കടയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കി ഒന്നും വാങ്ങിക്കില്ല, വാങ്ങിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാവില്ല. അപ്പം ഞാൻ അതിന് പറയുന്നതാണ് വിൻഡോ ഷോപ്പിംഗ്. നമുക്ക് വാങ്ങിക്കാൻ പ്ലാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ അകത്തൊക്കെ കയറി കണ്ട്, പുറത്ത് നിന്ന് കണ്ട്, അകത്ത് കയറി കണ്ട്, സൈഡിൽ നിന്ന് കണ്ട്, അങ്ങനെ കണ്ട്. അതെ, അതാണ് ഞങ്ങളുടെ ഡയറക്ടർ ഷാദാ പോകുന്നത്. മോളിലൊക്കെ പോകുമ്പോഴായിരിക്കും വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അല്ലേ സാലി? അത് കരുത്. പക്ഷെ നല്ല കളക്ഷൻ ആയിരുന്നു കേട്ടോ ഈ കടയിൽ. ഈ കടയ്ക്കുള്ള പരസ്യമല്ല, പക്ഷെ ജെനുവിൻലി നല്ല കളക്ഷനും റീസണബിൾ പ്രൈസും. നമുക്ക് അല്പം കരിക്ക് കുടിച്ചാലോ ചേട്ടാ? കരിക്ക് നമുക്ക് റിഫ്രഷ്മെന്റ് എന്ന് പറയാം. റിഫ്രഷ്ഡ് ആകുക, റിലാക്സ്ഡ് ആകുക. കരിക്ക്. ഹായ് ഭയ്യ. भैया 2 कट करना है. मलाई वाला, मलाई और पानी दोनों चाहिए. അയ്യോ, അപ്പൊ നമുക്കൊന്ന് റിഫ്രഷ്ഡ് ആകാം. ഹരിക്കിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? ക്ലീഷേ ക്വസ്റ്റ്യൻ. ഹരിക്കിന് എന്താ ഇംഗ്ലീഷിൽ പറയും? ടെൻഡർ കോക്കനട്ട്. भैया हिंदी में क्या बोलता है करी को? वो नारियल पानी, वो नारियल तो करी को और कोकोनट हिंदी भी जानती है. എനിക്ക് ഹിന്ദി എനിക്ക് അങ്ങനെ മാലൂമൊന്നും അല്ല ചെറുതായിട്ട് അറിയത്തുള്ളൂ. അങ്ങനെ സിദ്ധാർത്ഥിന്റെ ഒരു ഷർട്ട്. ഓക്കെ, നമ്മളിന്ന് ക്ലൈമറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഭയങ്കര വെയിലാണെന്ന്. ഇറ്റ്സ് റെയിനിങ്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് എന്ന് പറഞ്ഞപ്പോഴാ ഇപ്പം ഭയങ്കര ഇടിവെട്ട് മഴയാണെങ്കിൽ നല്ലൊരു ഇടിയുണ്ട്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ പട്ടിയും പൂച്ചയും പെയ്യുന്നല്ല. മഴ ഭയങ്കര മഴയാകുമ്പോൾ ഇറ്റ്സ് റെയിനിങ്. ഇപ്പൊ എന്താ ചെറിയ മഴ, ചാറ്റൽ മഴ. സോ അവര് പോയി, നമ്മൾ തന്നെ വീണ്ടും. നല്ല കരിക്കായിരുന്നു. അതെ, കരിക്കിന്റെ അകത്ത് നല്ല കരിക്കായിരുന്നു. ഓഫീസിൽ പോയിട്ട് നമുക്കിനി പൂ വാങ്ങിയിട്ട് ഓഫീസിൽ പോവാം, പൂക്കളം ഇടാം. നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് അങ്ങനെ ആരും കണ്ടിട്ടില്ല, ആരും അൺഒഫീഷ്യൽ ആയിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും സെറ്റ് ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മാത്രമേ ചെറുതായിട്ട് ഓഫീസ് കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഓഫീസ് അടിപൊളിയായിട്ട് കാണാം, കുറച്ച് കാൻഡിഡ് ആയിട്ട്. കാൻഡിഡിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? കാൻഡിഡ് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ എന്താണോ അത്, അതായത് ആക്ട് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ കാൻഡിഡ് ഫോട്ടോസ് ഒക്കെ ഇല്ലേ, അതെന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് പോസ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഫോട്ടോസ് എടുക്കത്തില്ല. അതിനാണ് കാൻഡിഡ് ഫോട്ടോസ് എന്ന് പറയുന്നത്.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണോ ശരിക്കുള്ള ഫോം അത് തന്നെ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചെയ്യാതെ. അതിനെയാണ് കാൻഡിഡ് എന്ന് പറഞ്ഞത്. അതിപ്പോ ഫോട്ടോസിന് മാത്രമേ ആൾക്കാർ കേട്ടിട്ടുള്ളൂ. ഈ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, മിനിസ്റ്റർ ബിക്കെയിം കാൻഡിഡ് അബൌട്ട് ദ പ്രൈസ് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്? അതായത് മിനിസ്റ്റർ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒറിജിനൽ ആയിട്ട് പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതായത് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങ് നാച്ചുറൽ ആയിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് നമ്മൾ കാൻഡിഡ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്യാതെ ഒറിജിനൽ ആയിട്ട് ചെയ്യുന്നതിനാണ് കാൻഡിഡ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഈ ടാക്സി, ഓട്ടോ ഇതിനൊക്കെ പൈസ എടുക്കത്തില്ലേ, അതിന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ഫെയർ. FAR, ഫെയർ. അയ്യോ ശരി, താങ്ക് യു. നമ്മൾ പോകാൻ പോകുന്നത് ബൈ സം ഫ്ലവേഴ്സ്. ഈ ഫ്ലവറിന്റെ വേർഡ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യത്തില്ല. അതായത് ഈ W കാണുമ്പം, W എന്നുള്ള ലെറ്റർ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് വാട്ട്, വാസ്, വേർ, വെൻ, വൈ, വൈ. ഈ W സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളാണ്. ശരിക്കും പറയാൻ കുറേ വേർഡ്സിലുണ്ടല്ലോ W പ്രൊനൗൺസ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ ഫ്ലവർ എന്ന് നമ്മൾ പറയത്തില്ല, ഫ്ലവർ എന്നേ പറയത്തുള്ളൂ. W സ്ലൈറ്റ് ആയിട്ടേ പ്രൊനൗൺസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉള്ള. സോ ഇറ്റ്സ് നോട്ട് ഫ്ലവർ, ഇറ്റ്സ് ഫ്ലവർ. ഓക്കെ. അതുപോലെ കുറെ സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇംഗ്ലീഷ് സത്യം പറഞ്ഞ ആക്ച്വലി ആദ്യം നമ്മുടെ ഈ ചില ഭാഷകളിൽ എഴുത്തുണ്ടാവില്ലല്ലോ, വായ്മൊഴിയല്ലേ ഉള്ളൂ, അതുപോലെ ഉണ്ടായിരുന്നൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് കുറെ സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ട്. ചില ലെറ്റേഴ്സ് ഒക്കെ സ്പെല്ലിങ്ങിൽ ഉണ്ടായിരിക്കും, പക്ഷെ അത് ഉച്ചരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ നോളജ് എന്നല്ലേ പറയത്തുള്ളൂ, നോളജ് എന്ന് പറയത്തില്ല. ലിസൺ. പിന്നെ ചീഫ് ഇല്ല, അന്ന് കോംപ് എന്നല്ല, കോം എന്നാ പറയുന്നത്. പിന്നെന്താ, അതുപോലെ പ്ലംബർ തെറ്റാ, പ്ലമർ അതാണ് കറക്റ്റ്. അങ്ങനെ കുറെ സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ട്. ബേസിക്കലി, ഫിസിക്കലി നമ്മൾ പറയത്തില്ല, ബേസിക്കലി സൈലന്റ്, ഫിസിക്കലി. പിന്നെ ഡെപ്ത് അല്ല, ഡെപ്ത്. അങ്ങനെ കുറെ സൈലന്റ് ലെറ്റേഴ്സ് ഉണ്ട്. സൈലന്റ് ലെറ്റേഴ്സിന്റെ ഒരു ക്ലാസ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി യൂട്യൂബിൽ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൂക്കൾ വാങ്ങിക്കാനാണ് വന്നേക്കുന്നത്, അത്തപ്പൂക്കൾ ഇടാനായിട്ട്. എല്ലാത്തിനും ഓരോ പിടി എടുക്കാല്ലേ. ഏതാ വേണ്ടേ? ഇതിവിടെ നോക്കിയിരിക്കുന്നു. വാ ചേട്ടാ, മറ്റേ നമ്മുടെ അയ്യോ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളർ. ഏതാ കളറോ? വൈലറ്റ്. കുഴപ്പം. ഗായത്രിയുടെ ഫേവറേറ്റ് ഫ്ലവർ ഏതാ? എനിക്ക് റോസ്. എനിക്ക് എല്ലാ ഫ്ലവേഴ്സും ഇഷ്ടമാണ്. പക്ഷെ ചില വെറൈറ്റി ടൈപ്പ് ഓഫ് ഇതുണ്ട്. മുല്ല, മരമുല്ല എന്ന് എടുക്കെന്താ, മരമുല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തൊരു മണമാണെന്നറിയാം. സോ ഇപ്പൊ നമുക്ക് ഒരാളുടെ അടുത്ത് ഏതാണ് ഫേവറേറ്റ് ഫ്ലവർ എന്ന് ചോദിക്കാം. എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ ഗായത്രി ഫ്രെയിം ചെയ്യാം? ഞാൻ ചോദിക്കും which is your favorite flower? വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫ്ലവർ. ഈ വിച്ച് ചോദിക്കുമ്പം വിച്ച് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഏതാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഫോർ എക്സാമ്പിൾ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫ്ലവർ, റോസ് അല്ലെങ്കിൽ റോസോ ജാസ്മിൻ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും, ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഏത് ഫ്ലവർ ആണ് ഇഷ്ടം എന്ന് ജനറൽ ആയിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ജനറൽ ആയിട്ട് എന്താ ഇഷ്ടം എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ വാട്ട് യൂസ് ചെയ്യും. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫ്ലവർ എന്ന് ചോദിക്കാം. അപ്പൊ അതിൽ ഓപ്ഷൻസ് ഇല്ല, ഏത് ഫ്ലവർ ആണെങ്കിലും പറയാം. ഇവിടെ ബൈ കുറെ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓണത്തിന് പൂ വാങ്ങിക്കണം, ഈ കലൂർ ഏരിയയിലാണുള്ളതെങ്കിൽ ഇവിടെ വന്നാട്ടോ കുറെ സെലക്ഷൻ ഉണ്ട്. ബേസിക് അത്തപ്പൂക്കളത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഓഫീസിനകത്തോട്ട് കയറാം, നോക്കാം. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? വെറുതെ ഇരിക്കണോ? വെറുതെ ഇരിക്കാം. എന്നാ ഞാൻ പണി തരാം. നമുക്ക് അത്തപ്പൂക്കൾ ഇടാനേ കുറച്ച് പൂ പിച്ചിയാലോ. ഓക്കെ, എന്നാ പിച്ചിക്കാം. വെറൈറ്റി ഒത്തിരി പൂവുണ്ട് കേട്ടോ. കളറൊക്കെ കുറവാണെങ്കിൽ നീ പോയി വാങ്ങി വെക്കോ. റെഡ് കളറോ? റെഡ് എന്തിനാ ആക്കുന്ന? മഴവെള്ളിന്റെ 7 കളറും കൊണ്ടുവരാം. അത്തപ്പൂക്കളത്തിന് ആരാ എന്റെ ഫിത റോസാപ്പൂക്കെ ഇടുന്നത്? ഓക്കെ, നീങ്ങാൻ പോന്ന്. ഏറ്റവും എളുപ്പമുള്ളത് ഗായത്രി ചൂസ് ചെയ്തിട്ടോ. എന്തായിരുന്നു പരിപാടി എല്ലാവർക്കും? ഓണമായിട്ട് എങ്ങനെയാ? വീട്ടിലൊക്കെ പോണ്ടേ?
എന്നാ ഇപ്പൊ പോണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. എത്ര അടുത്ത ആഴ്ച ലീവ് തുടങ്ങത്തുള്ളൂ, ഇപ്പഴേ അങ്ങ് പോവാണോ? അടുത്ത ആഴ്ച പോവാം. ഓക്കെ. പിന്നെ ഓണം, ഈ അത്തപ്പൂക്കളത്തിന് എന്തോ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയോ? ആണോ? അന്ന് അത്തപ്പൂക്കളത്തിന് അത്തപ്പൂക്കളം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ ലൈക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഫ്ലോറൽ കാർപ്പറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ആക്ച്വലി ഇത് അങ്ങനെയൊന്നും ആരും പറയത്തില്ല കേട്ടോ. അത്തപ്പൂക്കളം എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഫ്ലോറൽ കാർപ്പറ്റ് ഒക്കെ കുറച്ച് ഓവറായി പോകത്തില്ലേ? കോമഡി അല്ലേ? അങ്ങനെ കുറെ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത്തപ്പൂക്കളത്തിന് എന്താ പറയുന്നത്, ഓണത്തല്ലിന് എന്താ പറയുന്നത്, മാവേലിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്, ഇപ്പം റുബിയക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്. അതുപോലെ തന്നെ മാവേലിക്ക് മാവേലി എന്നാ. പേരുകളിലൊന്നും ഇംഗ്ലീഷും ഹിന്ദി മലയാളം ഒന്നുമില്ല. പേര് ഒരാളുടെ പേരല്ലേ, മഹാബലി മാവേലി, അത്ര തന്നെ ഉള്ളു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വിട്ടുപോയായിരുന്നു. ബാക്കി എല്ലാ കാര്യവും നമ്മൾ ഓണത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളൊരു തലയാട്ടണ്ട, ഞാനും ഗായത്രി ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഓണത്തിന് വിഷ് ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞില്ല. ഓണത്തിനായാലും എല്ലാ ഫെസ്റ്റിവൽസിനും നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചാൽ ആക്ച്വലി വിഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് വാക്കുകൾ നീ അപ്പം പറയാം. നമുക്ക് ഓസ്പീഷ്യസ് എന്ന് പറയാം. അത് വിഷിംഗ് യു ആൻഡ് ഓസ്പീഷ്യസ് ഓണം, അങ്ങനെ പറയാം. പിന്നെ എവിട്ട് ഒരു വാക്ക് പറയാം, വണ്ടർഫുൾ, വെറൈറ്റി. പിന്നെന്താ, പ്രോസ്പെറസ്. ഓണവും കൂടി കണക്റ്റാ. കാരണം ഓണം എന്ന് പറയുന്നത് മറ്റേ വിളവെടുപ്പ്, അങ്ങനെ ഐശ്വര്യം, അങ്ങനെ പ്രോസ്പെറസ്. പിന്നെ ഏത് വാക്കാ, ജോയ്ഫുൾ. പിന്നെ നമ്മൾ അല്ലാതെ നല്ലൊരു അനുഗ്രഹീതമായ അല്ലെങ്കിൽ അനുഗ്രഹമുള്ള എന്നുള്ള രീതിയിൽ ബ്ലെസ്ഡ്, അത് പറയാം. അടിപൊളി, നല്ലൊരു വൈബ്രന്റ്. വൈബ്രന്റ് ഓണത്തിന് ചേരും. പല കളറ് പൂക്കള്, മാവേലി, ചെണ്ടകൊട്ട്, മേളം ഒക്കെ ആകുമ്പോൾ വൈബ്രന്റ് നല്ലപോലെ ചേരും. എല്ലാം കൂടി പിച്ചി ഒരിടത്തിലല്ലേ, സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ വിഷ് ചെയ്യാം, വിഷിംഗ് യു ആൻ ഓസ്പീഷ്യസ് ഓണം, അല്ലെങ്കിൽ വി വിഷ് യു എ വൈബ്രന്റ് ഓണം, വിഷ് യു എ ബ്ലെസ്ഡ് ഓണം, ഹാവ് എ വണ്ടർഫുൾ ഓണം. എവിറ്റയുടെ വണ്ടർഫുൾ മിസ്സാക്കാൻ പാടില്ല. വണ്ടർഫുൾ ഓണം അത് അങ്ങോട്ട് എവിറ്റ് നിന്ന് കാണിച്ചേ, എവിറ്റാ ഒന്ന് തിരിച്ച്. ഓക്കെ, ഓണം വിഷിന്റെ കൂടെ വരുന്ന ഡൗട്ടാണ് എങ്ങനെ റിപ്ലൈ ചെയ്യണം. ഓക്കെ. സോ ഐ വിഷ് യു, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയണം, താങ്ക് യു പറയണം ഒരാൾ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ തിരിച്ചെന്താ പറയാൻ പറ്റില്ല, ഐ വിഷ് യു ദ സെയിം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തിരിച്ചല്ലാതെ വിഷ് ചെയ്യാം, ഐ വിഷ് ആൻ ഓസ്പീഷ്യസ് ഓണം ടു യു ആൻഡ് യുവർ ഫാമിലി എന്ന് പറയാം. അങ്ങനെ പറയാം. താങ്ക് യു പിന്നെ ഐ വിഷ് യു ദ സെയിം ആണ് നോർമലി ഷോർട്ടായിട്ടും ബെറ്റർ ആയിട്ടും പറയാൻ പറ്റുന്നത്. ഐ വിഷ് യു ദ സെയിം, അത് വിഷിങ് യു ദ സെയിം, അതും പറയാം. അങ്ങനെ പറയാം. അത് നിങ്ങൾക്കും അതുപോലെ തന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം നമുക്ക് പൂക്കളം ഇടാം. അതിനു മുന്നേ ഇവരെ നമുക്ക് യാത്ര അയക്കാം അല്ലേ, കുറേ നേരം ആയില്ലേ കത്ത് ചെയ്തിരിക്കുന്നു. സോ എൻ്റെയും ഇംഗ്ലീഷ് മിത്ര ഫാമിലിയുടെയും വക വി വിഷ് യു ആൻ ഓസ്പീഷ്യസ് ആൻഡ് പ്രോസ്പെറസ് ഓണം. താങ്ക് യു. ബൈ.